ഞാൻ കുക്കിങ്ങിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എൻ്റെ ചില ലൊട്ടിലൊടുക്ക് കറികളുണ്ട്. അതൊക്കെ ചിലർക്ക് ഇഷ്ടമാണ്. അത് ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ ചിലർക്ക് ഇഷ്ടമാണ്. അതിലൊരു കറിയാണ് ഈ പൈനാപ്പിൾ മോരൊഴിച്ച് വെക്കുന്ന കറി. ചട്ടി റെഡിയാണ്. പൈനാപ്പിളിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്താ പറയുക, ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ചേർത്തേ, ഇത്രയും സാധനം ചേർത്തങ്ങ് വേവിക്കും. എന്നിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ തൈര് ഒഴിച്ച് കടുക് പൊട്ടിച്ച്. പൈനാപ്പിൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇരുന്ന് ഒന്നുകൂടെ ഇളക്കി കുറച്ച് നേരം കൂടെ ഇരുന്ന് ഒന്ന് വേകണം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം അങ്ങ് വേവിക്കണം. തൈര് ഒന്ന് ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് തൈര് ഒഴിക്കാം. റെഡിയായിട്ടുണ്ട്. ഇച്ചിരി വെന്തുടഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഇത് കത്തി കൊണ്ട് അരിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ചോപ്പറിൽ വെച്ച് ഞാൻ സാധാരണ അരിയണേ. അപ്പോൾ നല്ല ഉടഞ്ഞിരിക്കും, ചോപ്പർ ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഇത് കത്തി കൊണ്ടാണ് ചെയ്തത്. അത് കാരണം ഇങ്ങനെ ഇച്ചിരി വേകണം. ശരിക്കും നല്ലോണം ഉടഞ്ഞിരിക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു രസമായിരിക്കും. അപ്പോൾ തൈര് ഒഴിച്ചു. അതൊന്ന് ഇളക്കി പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തിളയ്ക്കാൻ പാടില്ലെന്നറിയാലോ തൈര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും മാറ്റി വയ്ക്കുക. പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. എൻ്റെ കറി ഇത്രയേ ഉള്ളൂ. കടുക് ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് ഇത്തിരി ഉണക്കമുളകും ഇഞ്ചിയും, പിന്നെ ഇവിടെ നമ്മൾ കടുക് പൊട്ടിക്കാൻ സാധാരണ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, ചുവന്നുള്ളി. പക്ഷേ ഇവിടെ സവാളയുള്ളൂ. അപ്പോൾ ഞാൻ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു. ഇതൊന്ന് ഇതായിട്ട് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യണേ. വേപ്പില ഇട്ടു. അപ്പോൾ തീ കുറച്ചാട്ടോ വെച്ചേക്കണേ. തീ കുറച്ച് വെച്ച് അതായി കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല ചെയ്യണേ, എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യണേ. എനിക്കെല്ലാം എളുപ്പപ്പണിയാണ്. ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. ലേശം ഓൾറെഡി ചേർത്തതാണ്, എന്നാലും ഇത്തിരി നുള്ളു മുളക് പൊടി ചേർത്തു. കറിയിലോട്ട് ചേർത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പണി കഴിഞ്ഞു. ഈ വറ്റൽമുളക് ഇങ്ങനെ അതിൻ്റെ എണ്ണ വാങ്ങിച്ച് അത് കൂട്ടി കഴിക്കാം. ഏത് കറി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. എന്തായാലും സ്വന്തമായിട്ട് വെച്ച് കഴിച്ചിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. നല്ല കറിയാണ്.